who is the advisor or who are the advisors of Mr. Donald Trump? Use and throw. ഇലോൺ മസ്കിനെ ഉപയോഗിച്ചു, കളഞ്ഞു. സേനാ ജനറലിനെ ഉപയോഗിച്ചു, കളഞ്ഞു. ട്രംപ് പറഞ്ഞ സ്പീഡിൽ യുദ്ധം ജയിച്ചെടുക്കാൻ സേനാ തലവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് മാറ്റി. ഇനി എത്ര കാലമാണ് പീറ്റർ ഹെക്സത്തിരിക്കുക ഡിഫൻസ് സെക്രട്ടറി? ഡോക്ടർ മോഹൻ വർഗീസ്, ഒട്ടും ന്യായീകരണമില്ലാത്ത ഒരു യുദ്ധം ഇറാന് മേൽ അടിച്ചേൽപ്പിച്ച് ആ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ദുരിതം വിതറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കൂട്ടാളി ബെഞ്ചമിൻ നെതന്യാഹുവിനും യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നും നേടാതെ ഉടനെ യുദ്ധം നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയിലെത്തിയ കാര്യങ്ങൾ. ഇനി ദീർഘകാല സമാധാനം പശ്ചിമേഷ്യയിൽ കൈവരണമെങ്കിൽ അമേരിക്കയുടെ നയസമീപനങ്ങളിൽ കാതലായ മാറ്റം വരണ്ടേ? അത് സംഭവിക്കുമോ? ട്രംപിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ എന്നല്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് പോലും ഒരു കൃത്യമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി യുദ്ധത്തിന് ശേഷം എന്ത് എന്നതുകൂടി ചർച്ച ചെയ്യണ്ടേ? ലോങ് ടേം പോളിസി എന്നത് അമേരിക്കയ്ക്ക് ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ട്രംപിൻ്റെ പോളിസി ലോങ് ടേം ആണോ ഷോർട്ട് ടേം ബെനിഫിറ്റ് ആണോ എന്ന സംശയം ഇവിടെയുണ്ട്. ഇതൊരു എക്സ്ട്രീംലി ഷോർട്ട് ടേം ബെനിഫിറ്റ് എടുക്കാനുള്ള ഒരു നയമല്ലേ? തൽക്കാലത്തേക്ക് ഒന്ന് നീങ്ങുക, തൽക്കാലത്തേക്ക് ഒരു അവസരം കണ്ട്, ഇപ്പോൾ അനുകൂല സാഹചര്യമാണ്. ഈ ഇറാനിൽ ജനങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു അല്ലേ? കഴിഞ്ഞ 2025 ഡിസംബറിലൊക്കെ വലിയ രീതിയിൽ തെരുവുകളിൽ ഇറാൻ ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇത് ട്രംപ് വിചാരിച്ചു ഇത് മുതലാക്കിയെടുത്തുകൊണ്ട് ഒരു ഭരണമാറ്റം പെട്ടെന്ന് കൊണ്ടുവരാം. അങ്ങനെ ചാടിപ്പുറപ്പെട്ട ഒരു യുദ്ധമാണ്. ആണവ വിഷയം എക്കാലത്തും ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുള്ള വിഷയം തന്നെയാണ് ആണവ വിഷയം. അതൊന്നും ഒരിക്കലും ആ രീതിയിൽ പെട്ടെന്ന് തീരില്ല. ഒരു യുദ്ധം കൊണ്ടും ആ രീതിയിൽ തീരാവുന്ന വിഷയമല്ലിത്. അതുകൊണ്ടൊരു ഓപ്പർച്യൂണിറ്റി കണ്ട് അതിൻ്റെ ലോങ് ടേം റാമിഫിക്കേഷൻ മനസ്സിലാക്കാതെ ചാടിപ്പുറപ്പെട്ടു. മാത്രമല്ല, ഹൂ ഈസ് ദി അഡ്വൈസർ ഓർ ഹൂ ആർ ദി അഡ്വൈസേഴ്സ് ഓഫ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്? വലിയ ചോദ്യമല്ലേ? ഒരു ആളിൻ്റെ തീരുമാനം, ഏറ്റവും ശക്തനായ നേതാവ് അല്ലേ, ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഉപദേശകരാരാണ്? ഡിഫൻസ് വിഷയത്തിൽ, സെക്യൂരിറ്റി വിഷയത്തിൽ, ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഈ ഉപദേശം കിട്ടിയതിന് ശേഷവും ട്രംപ് ഏകപക്ഷീയമായി പലതും ചെയ്തു എന്ന് വരാം. ഉദാഹരണത്തിന് ഇലോൺ മസ്കിനെ പിടിച്ച് വലതുവശത്ത് ഇരുത്തിയല്ലോ കുറച്ച് ദിവസത്തേക്ക്. അധികാരത്തിലെത്തി കുറേ ദിവസം ഇലോൺ മസ്ക് തുള്ളിച്ചാടി നടന്നു ട്രംപിൻ്റെ ചുറ്റും. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ടെസ്ല കാറിന് നല്ല കാലം, സ്പേസ് എക്സിന് നല്ല കാലം. പക്ഷേ ട്രംപിന് മറ്റു ചില കാര്യങ്ങളായിരുന്നു മനസ്സിൽ. ഇത് തൽക്കാലത്തേക്കാണ്. യൂസ് ആൻഡ് ത്രോ. ഇലോൺ മസ്കിനെ ഉപയോഗിച്ചു, കളഞ്ഞു. സേനാ ജനറലിനെ ഉപയോഗിച്ചു, കളഞ്ഞു. ട്രംപ് പറഞ്ഞ സ്പീഡിൽ യുദ്ധം ജയിച്ചെടുക്കാൻ സേനാ തലവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് മാറ്റി. ഇനി എത്ര കാലമാണ് പീറ്റർ ഹെക്സത്തിരിക്കുക ഡിഫൻസ് സെക്രട്ടറി? എത്ര കാലമാകും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇരിക്കുക? അറിയില്ല. പിന്നെ കാരോലിൻ ലെവിറ്റ് ഒരുപക്ഷെ ഇരിക്കും. വൈറ്റ് ഹൗസിൻ്റെ വക്താവ് മാത്രമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചില തസ്തികളൊക്കെ ആളുകൾ ഇരിക്കും. പക്ഷേ ട്രംപിന് ഒന്നും സ്ഥിരമല്ല. ദീർഘകാല ലക്ഷ്യങ്ങളാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനുള്ളത്. പക്ഷേ ഹ്രസ്വകാല ലക്ഷ്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഹ്രസ്വകാല പെർവ്യൂവിൽ നിൽക്കുന്ന ട്രംപിനെ ഉപയോഗിക്കുക എന്നതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ലക്ഷ്യം. അത് ഭംഗിയായി അവർ ചെയ്യുകയും ചെയ്തു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനോടൊപ്പം ആയിരുന്നില്ല ട്രംപ്. ഡീപ് സ്റ്റേറ്റിൻ്റെ പിന്തുണയും ട്രംപിനായിരുന്നില്ല. അത് മുൻപ് ഒബാമയ്ക്കായിരുന്നു പിന്തുണ, അതിനുശേഷം കമല ഹാരിസിന് ആയി പിന്തുണ. അപ്പോൾ അതുകൊണ്ട് ഹിലരി ക്ലിൻ്റൺ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളായിട്ടാണ് പൊതുവേ അറിയപ്പെട്ടിരുന്നത്. ആരും ഇത് പറയില്ല, ഇതൊരു കോൺസെപ്റ്റ് അല്ലേ ഡീപ് സ്റ്റേറ്റ്. ഇപ്പോൾ വ്യവസായ ഭീമന്മാർ, എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയേഴ്സ്, അവരുടെയൊക്കെ ഒരു ദർശനമുണ്ട്. ദീർഘകാലം അമേരിക്കയുടെ വ്യവസ്ഥിതിയും മേധാവിത്വവും തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒന്നു ചേർന്നാണല്ലോ ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അവർ പല രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുന്ന ഒരു കലാപരിപാടിയായിരുന്നു ട്രംപിനെ കൊണ്ട് യുദ്ധത്തിലേക്ക് എടുത്ത് ചാടി ഒരു കാര്യം ചെയ്തെടുക്കുക. എന്നിട്ട് കലങ്ങി പാളീസാവുകയാണെങ്കിൽ ട്രംപിനെ പഠിച്ചോളുമല്ലോ. ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് അപ്പോഴും ഇൻടാക്റ്റായിട്ട് നിൽക്കും. അതുമാത്രമല്ല ട്രംപ് അമേരിക്കയുടെ ബിസിനസ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും അറിയാം. അപ്പോൾ തങ്ങൾക്ക് പരിക്ക് പറ്റില്ല, പക്ഷേ പഴി മുഴുവൻ ട്രംപ് കേട്ടുകൊള്ളും എന്നതും ഒരു ചിന്താവിഷയമായിരിക്കാം. അതുകൊണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ
പൂർത്തീകരിക്കാതെയാണ് ഇപ്പോൾ ഒരു പടിയിറക്കം. പക്ഷേ ആ പടിയിറക്കത്തിലും ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ പറയും, ഞാൻ അമേരിക്കയെ ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുകയാണ്. വി ഹാവ് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകുന്നില്ലേ? എത്ര കാലം എടുക്കുമൊന്ന് ഗ്രേറ്റായി കിട്ടാൻ? ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗ്രേറ്റായി കിട്ടാൻ സമയമെടുക്കും ഒരുപക്ഷെ. അതോ കാൽച്ചുവട്ടിലെ മണ്ണ്, അമേരിക്കയുടെ തന്നെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ? ദീർഘകാല സുഹൃത്തുക്കൾ, യൂറോപ്യൻ സുഹൃത്തുക്കൾ വഴിമാറി ചിന്തിക്കുകയല്ലേ? ഇന്ത്യ ഉൾപ്പെടെയുള്ള എക്കാലത്തും വിശ്വസിക്കാവുന്ന ഭാവി പങ്കാളിയെ വ്യാപാര യുദ്ധത്തിൽപ്പെടുത്തി വിശ്വാസ്യത കളഞ്ഞില്ലേ? നരേന്ദ്രമോദിയെ ഫ്രണ്ടെന്ന് വിളിച്ചത് എന്തായി? നരേന്ദ്രമോദി എത്രത്തോളം പഴി കേൾക്കേണ്ടി വരുന്നു ആ വിളിക്ക്? ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു രീതിയിൽ ഒരു സുഹൃത്തും ആരും വിശ്വസിക്കാത്ത ഒരു രാജ്യമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാറില്ലേ? അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് ടേമിൽ മുന്നോട്ട് പോകും. പക്ഷേ ആത്യന്തികമായി ദ ബിഗിനിങ് ഓഫ് ദി ഫോൾ ഹാസ് സ്റ്റാർട്ടഡ്, ദ സ്ലൈഡ് ഹാസ് സ്റ്റാർട്ടഡ് വിത്ത് ഡൊണാൾഡ് ട്രംപ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏറ്റവും പ്രതാപകാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയൊരു ക്രമത്തിലേക്കുള്ള നീക്കമാണ്. ഒരുപക്ഷെ വേദനാജനകമായ ഒരു ട്രാൻസ്ലേഷണൽ പീരീഡിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാർ അത് അറിയുമ്പോൾ വളരെ വൈകിപ്പോകും. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഹാസ് ബിക്കം ദ സിംഗിൾ ലാർജസ്റ്റ് കാറ്റലിസ്റ്റ് in making the slide possible, in ensuring that American might is over. അതിനുള്ള കാറ്റലിസ്റ്റായി പ്രവർത്തിക്കാനുള്ള നിയോഗമായിരുന്നോ ഡൊണാൾഡ് ട്രംപിൻ്റേത്? അതത് ഗ്രേറ്റ് ആക്കിയില്ല എന്നതോ പോകട്ടെ, തീരെ താഴെത്തട്ടിലേക്കുള്ള ഒരു കൂപ്പുകുത്തലിൻ്റെ തുടക്കത്തിലാണ്. ഒരു പിരമിഡിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് മൂക്ക് കുത്തി കൊണ്ടിരിക്കുകയാണോ അമേരിക്ക? ഇക്കോണമിയുടെ കാര്യത്തിൽ, വിശ്വാസ്യതയുടെ കാര്യത്തിൽ പലയിടങ്ങളിൽ പുതിയ ടെക്നോളജികൾ വരുന്നു. ഇതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു വശത്ത് ട്രംപ് ശ്രമിക്കുമ്പോൾ കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു. ഉത്തരത്തിലിരുന്ന ഇറാനെ ഒട്ടെടുക്കാനും പറ്റിയില്ല എന്ന മട്ടിൽ ഇത് അവസാനിക്കാനാണ് സാധ്യത.